ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വോൾട്ടേജ് സാഗ് വരെ എന്താണെന്ന് നോക്കിയിരുന്നു. ഇനി അടുത്താണ് വോൾട്ടേജ് സ്വെൽസ്. സ്വെല്ലെന്ന് പറയുന്നത് പേരിൽ നിന്ന് തന്നെ ഉണ്ട്, ഒരു വീർത്ത് വരിക സ്വെൽ, അതായത് ഇൻക്രീസും. RMS വോൾട്ടേജ് അല്ലെങ്കിൽ RMS കറണ്ട് 1.1 to 1.8 പെർ യൂണിറ്റ് വാല്യൂവിന് ഇൻ ബിറ്റ്വീനായിട്ട് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് സ്വെൽ എന്ന് പറയുന്നത്. അത് 0.5 to 1 മിനിറ്റ്, 0.5 സൈക്കിൾസ് ടു 1 മിനിറ്റ് നേരെ ഡ്യൂറേഷനിലേക്കാണ് അത് നിൽക്കുന്നത്. അതാണ് സ്വെൽസ്. ഇനി സ്വെൽസിനെ നമ്മൾ പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച്, അതായത് RMS വാല്യൂ വെച്ചിട്ടും ഡ്യൂറേഷൻ വെച്ചിട്ടുമാണ് നമ്മൾ സ്വെൽസിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത്. ഇനി സ്വെല്ലിൻ്റെ കോസസ് എന്തൊക്കെയാണ്? സാഗ് പോലെ തന്നെ സിസ്റ്റം ഫോൾട്ട് ഒരു കാരണമാണ്. പിന്നെ ലാർജ് കപ്പാസിറ്റർ ബാങ്കൊക്കെ എനർജൈസ് ചെയ്യുന്നത്, പിന്നെ ലാർജ് ലോഡൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെയാണ് വോൾട്ടേജ് സ്വെല്ലിൻ്റെയും കോസസ്. ഇനി വോൾട്ടേജ് സ്വെല്ലിൻ്റെ സിവിയാരിറ്റി, അതായത് ഒരു വോൾട്ടേജ് സ്വെൽ എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്നത് ആ ഫോൾട്ട് ഉണ്ടാവുന്ന കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി ഫോൾട്ട് ഉണ്ടാകുന്ന കണ്ടീഷൻ എന്തൊക്കെയാണ്? അതായത് ഫോൾട്ട് നടക്കുമ്പം ആ ഫോൾട്ട് ഉണ്ടാകുന്ന ലൊക്കേഷൻ എവിടെയാണ്, അല്ലെങ്കിൽ ആ ഫോൾട്ട് ഉണ്ടായ സിസ്റ്റം ഇമ്പിഡൻസ് എത്രയാണ്, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഗ്രൗണ്ടിങ് എങ്ങനെയാണ്. ഈ കണ്ടീഷൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വോൾട്ടേജ് സ്വെല്ലിൻ്റെ സിവിയറിറ്റി നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ വോൾട്ടേജ് സ്വെൽ, ഒരു സിംഗിൾ ലൈൻ ഗ്രൗണ്ട് ഫോൾട്ടിൻ്റെ വോൾട്ടേജ് സ്വെല്ലിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു എക്സാക്റ്റ് ഷേപ്പ് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് നോക്കി വെച്ചിട്ട് പരീക്ഷയ്ക്ക് നമുക്ക് വരച്ചാൽ മതി. ഓക്കെ, അല്ലാതെ ഇതേപോലെ അളന്ന് കുറിച്ചൊന്നും വരയ്ക്കണ്ട, ജസ്റ്റ് ആ ഒരു ഷേപ്പ് നിങ്ങളങ്ങ് വരച്ചാൽ മതി. ഇനി എന്താണ് വോൾട്ടേജ് ഇൻബാലൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് അൺബാലൻസ്? വോൾട്ടേജ് ഇൻബാലൻസ് അല്ലെങ്കിൽ അൺബാലൻസ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ദ നെഗറ്റീവ് ഓർ സീറോ സീക്വൻസ് കമ്പോണൻറ്റ് ടു പോസിറ്റീവ് സീക്വൻസ് കമ്പോണൻറ്റ്. നിങ്ങൾ PSA പവർ സിസ്റ്റം അനാലിസിസിനകത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കണം. എന്തായാലും PSAക്കകത്ത് സിലബസിനകത്തുള്ള സാധനമാണ് സീക്വൻസസ്. നെഗറ്റീവ് സീക്വൻസ് കമ്പോണൻറ്റ്, പോസിറ്റീവ് സീക്വൻസ്, സീറോ സീക്വൻസ് കമ്പോണൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അതിൽ വോൾട്ടേജ് ഇംബാലൻസ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് നെഗറ്റീവ് ടു സീറോ സീക്വൻസ് കമ്പോണൻറ്റ്, നെഗറ്റീവ് ആൻഡ് സീറോ സീക്വൻസ് കമ്പോണൻറ്റിൻ്റെ ഒരു റേഷ്യോ. ഓക്കെ, അതായത് നെഗറ്റീവ് അല്ലെങ്കിൽ സീറോ സീക്വൻസ് ടു പോസിറ്റീവ് സീക്വൻസ് കമ്പോണൻറ്റ്, അതായത് നെഗറ്റീവ് സീക്വൻസ് കമ്പോണൻറ്റ് ബൈ പോസിറ്റീവ് സീക്വൻസ് കമ്പോണൻറ്റ്, അല്ലെങ്കിൽ സീറോ സീക്വൻസ് കമ്പോണൻറ്റ് ടു പോസിറ്റീവ് സീക്വൻസ് കമ്പോണൻറ്റ്. ഈ ഒരു റേഷ്യോ ആണ് വോൾട്ടേജ് ഇംബാലൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് അൺബാലൻസ് എന്ന് പറയുന്നത്. The negative or zero sequence voltage in a power system generally result from unbalanced load causing negative or zero sequence current to flow. അതായത് ഒരു വോൾട്ടേജിൻ്റെ നെഗറ്റീവ് അല്ലെങ്കിൽ സീറോ സീക്വൻസ് വോൾട്ടേജസ് ഉണ്ട് ഒരു പവർ സിസ്റ്റത്തിൽ. അത് ജനറലി അതായത് ഇത് ജനറലി ഉണ്ടാകുന്നത്, ഈ നെഗറ്റീവ് അല്ലെങ്കിൽ സീറോ സീക്വൻസ് കമ്പോണൻറ്റ് ജനറലി ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് ലോഡിൽ നിന്നാണ്. ഓക്കെ, അപ്പം ഈ അൺബാലൻസ്ഡ് ലോഡ് കാരണം ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ സീറോ സീക്വൻസ് വോൾട്ടേജ് കമ്പോണൻറ്റ് ഉണ്ടാവുകയും അത് കാരണം നെഗറ്റീവ് അല്ലെങ്കിൽ സീറോ സീക്വൻസ് കറണ്ട് ഒഴുകാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വോൾട്ടേജ് അൺബാലൻസ് എന്ന് പറയുന്നത് ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. 100 ഇൻറ്റു മാക്സിമം ഡീവിയേഷൻ ഫ്രം ആവറേജ് വോൾട്ടേജ് ബൈ ആവറേജ് വോൾട്ടേജ്. ഓക്കെ, ഇനിയും ആവറേജ് വോൾട്ടേജ് എന്ന് വെച്ചാൽ എന്താണ്? സം ഓഫ് വോൾട്ടേജസ് ഓഫ് ഈച്ച് ഫേസ് ബൈ 3. ഓരോ ഫേസിലെ വോൾട്ടേജ് ബൈ 3 ചെയ്താൽ മതി. മൊത്തത്തിൽ 3 ഫേസ് അല്ലേ, 3 ഫേസ് സിസ്റ്റത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇനി വോൾട്ടേജ് ഇംബാലൻസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ. വോൾട്ടേജ് ഇംബാലൻസിനുള്ള കാരണം എന്ന് പറയുന്നത് സിംഗിൾ ഫേസ് ലോഡ് ഓൺ എ 3 ഫേസ് സർക്യൂട്ട്. 3 ഫേസ് സർക്യൂട്ടിനകത്ത് സിംഗിൾ ഫേസ് ലോഡ് കൊടുക്കുക, അത് 2% ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ, ലെസ് ദാൻ 2% ആണ്. നമ്മൾ സാധാരണ അത്രയ്ക്ക് മണ്ടത്തരം ചെയ്യാറില്ല, അതായത് 3 ഫേസ് സർക്യൂട്ടിനകത്തൊന്നും സിംഗിൾ ഫേസ് ലോഡ് കൊടുക്കാറില്ല. അഥവാ കൊടുത്താലുണ്ടാവുന്ന വോൾട്ടേജ് ഇംബാലൻസ് ആയിരിക്കും. പിന്നെ ബ്ലോൺ ഫ്യൂസസ് ഇൻ 1 ഫേസ് ഓഫ് 3 ഫേസ് കപ്പാസിറ്റർ ബാങ്ക്. ഒരു 3 ഫേസ് കപ്പാസിറ്റർ ബാങ്ക് ഉണ്ട്, അതിലൊരു ഫേസിൻ്റെ കപ്പാസിറ്റർ ഫ്യൂസ് ബ്ലോൺ ആണ്, കത്തിപ്പോയ ഫ്യൂസ് ആണെങ്കിൽ വോൾട്ടേജ് ഇംബാലൻസ് ഉണ്ടാവും. പിന്നെ സിവിയർ ആയിട്ടുള്ള വോൾട്ടേജ് അൺബാലൻസ് ഉണ്ടാവുന്നത് സിംഗിൾ ഫേസിങ് കണ്ടീഷനിലൂടെയാണ്. അതായത് 3 ഫേസ് സിസ്റ്റത്തിൽ ഒറ്റ ഫേസ് മാത്രമേ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്, സിംഗിൾ ഫേസ്. ആ ഒരു സിംഗിൾ ഫേസിങ് കണ്ടീഷനിലൂടെയാണ് സിവിയർ ആയിട്ടുള്ള വോൾട്ടേജ് ഇംബാലൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. ഓക്കെ, ഇനി അടുത്തത് വേവ് ഫോം ഡിസ്റ്റോർഷൻ. വേവ് ഫോം ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് ഒരു ഐഡിയൽ സൈൻ വേവ്. ഇപ്പം അതിൻ്റെ പവർ ഫ്രീക്വൻസിയിൽ ഒരു ഐഡിയൽ സൈൻ വേവ് ഉണ്ട്, സ്റ്റഡി സ്റ്റേറ്റ് ഡീവിയേഷൻ സ്റ്റഡി സ്റ്റേറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നു.
ഇനി എങ്ങനെയൊക്കെ ഡിസ്റ്റോർഷൻ സംഭവിക്കാം? ഡി സി ഓഫ്സെറ്റ്, ഹാർമോണിക്സ്, ഇൻ്റർ ഹാർമോണിക്സ്, നോച്ചിങ്, നോയ്സ്. ഒരു വേവ് ഫോം ഏതൊക്കെ തരത്തിൽ ഡിസ്റ്റോർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഡി സി ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ സിനുസോയ്ഡൽ വേവിനകത്ത് അൺവാണ്ടഡ് ഡി സി, നമ്മൾ റിപ്പിൾസ് എന്നൊക്കെ പറയൂലേ, റിപ്പിൾസ് എ സി കമ്പൗണ്ടാണ്. ഇത് ഡി സി ഓഫ്സെറ്റ്, ഡി സി കമ്പോണൻസ് അൺവാണ്ടഡ് ആയിട്ട് കയറി വരിക. പിന്നെ ഹാർമോണിക്സ്, പിന്നെ ഇൻ്റർ ഹാർമോണിക്സ്, നോച്ചിങ്, നോയ്സ്. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് വിശദമായിട്ട് പഠിക്കാം. എന്താണ് ഡി സി ഓഫ്സെറ്റ്? ദ പ്രസൻസ് ഓഫ് എ ഡി സി വോൾട്ടേജ് ഓർ കറണ്ട് ഇൻ ആൻ എ സി പവർ സിസ്റ്റം. ഒരു എ സി പവർ സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ ഒരു പ്യുവർ എ സി സിനുസോയ്ഡൽ സർക്യൂട്ടിനകത്ത് ഒരു അൺവാണ്ടഡ് ആണ് ഡി സി വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ പ്രസൻസിനെയാണ് ഡി സി ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളാണ്. ഇനി എന്താണ് ഹാർമോണിക്സ്? ഹാർമോണിക്സ് എന്ന് പറയുന്നതും സിനുസോയ്ഡൽ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ആണ്. പക്ഷേ പ്രശ്നം എന്താണ്? ഇത് ഹൈ ഫ്രീക്വൻസി വേവ്സ് ആയിരിക്കും. നമ്മുടെ നോർമൽ വേവ് ഫോമിൻ്റെ ഫ്രീക്വൻസിയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും ഹാർമോണിക്സ് എന്ന് പറയുന്നത്. ഇനി IEEE സ്റ്റാൻഡേർഡ് 519 to 1992 പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ ഹാർമോണിക് കറണ്ട് ആൻഡ് വോൾട്ടേജ് ഡിസ്റ്റോർഷൻ ലെവൽ സൗണ്ട് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ട്രാൻസ്മിഷൻ സർക്യൂട്ട്സ്. ഈ IEEE സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഹാർമോണിക് കറണ്ടിൻ്റെയും വോൾട്ടേജിനെയൊക്കെ കുറിച്ചുള്ള ഡിസ്റ്റോർഷൻ ലെവലിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ സർക്യൂട്ട്സിലൊക്കെ എത്ര വരെ ഹാർമോണിക്സ് ആകാം, എത്ര കഴിഞ്ഞാലാണ് കംപ്ലീറ്റ്ലി ഡിസ്റ്റോർട്ട് ആവുന്നത്. എന്തായാലും നമുക്ക് ഹാർമോണിക്സിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ലോഡ്സൊക്കെ അങ്ങനത്തെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ IEEE സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കൂടുതൽ IEEE സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ഇനിയും പ്രോജക്റ്റിന് പേപ്പറൊക്കെ എടുക്കുമ്പോൾ പേപ്പർ വായിക്കുമ്പോഴൊക്കെ കൂടുതൽ മനസ്സിലാവും. ഇനി പീരിയോഡിക്കലി ഡിസ്റ്റോർട്ടഡ് വേവ് ഫോംസ്. ഇതെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി, നമുക്ക് ഓൾറെഡി ഒരു വേവിനൊരു ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കാണും. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയും അതിൻ്റെ ഹാർമോണിക്സും തമ്മിലുള്ള സമ്മ്, അതാണ് പീരിയോഡിക്കലി ഡിസ്റ്റോർട്ടഡ് വേവ് ഫോം എന്ന് പറയുന്നത്. ഇനി ഹാർമോണിക് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് ഒറിജിനേറ്റ്സ് ഇൻ ദ നോൺ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിവൈസസ് ആൻഡ് ലോഡ്സ് ഓൺ ദി പവർ സിസ്റ്റം. നോൺ ലീനിയർ ലോഡ്, അതായത് ലീനിയാരിറ്റി ഇല്ല, നോൺ ലീനിയർ ലോഡ്സ്. അപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ പവർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ലോഡ്സ് ഉപയോഗിക്കുന്നത് കാരണം ആണ് ഹാർമോണിക് ഡിസ്റ്റോർഷൻസ് ഒരു സിസ്റ്റത്തിനകത്ത് ഉണ്ടാകുന്നത്. ഇനി ഹാർമോണിക് ഡിസ്റ്റോർഷൻ ലെവൽസ് ആർ ഡിസ്ക്രൈബ്ഡ് ബൈ ദി കംപ്ലീറ്റ് ഹാർമോണിക് സ്പെക്ട്രം വിത്ത് മാഗ്നിറ്റ്യൂഡ്സ് ആൻഡ് ഫേസ് ആംഗിൾസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഹാർമോണിക് കമ്പോണൻറ്റ്. ഓരോ ഹാർമോണിക് കമ്പോണൻറ്റിൻ്റെയും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഫേസ് ആംഗിൾ വെച്ചിട്ട് സ്പെക്ട്രം വെച്ചിട്ടാണ് നമ്മൾ ഹാർമോണിക് ഡിസ്റ്റോർഷൻ ലെവൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മെയിനായിട്ട് പഠിക്കേണ്ട 2 ടേംസ് ഉണ്ട്, THD ആൻഡ് TDD. ഇതെല്ലാം പരീക്ഷയ്ക്കും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ, എന്താണ് TDD? ഓക്കെ, അപ്പോൾ ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ THD എന്ന് പറയുന്നത് ഒരു എഫക്റ്റീവ് വാല്യൂ ഓഫ് ഹാർമോണിക് ഡിസ്റ്റോർഷനാണ്. ഹാർമോണിക് ഡിസ്റ്റോർഷൻ്റെ എഫക്റ്റീവ് വാല്യൂ, അതിൻ്റെ മെഷറാണ് THD. THD എന്ന് പറയുന്നത് നമ്മൾ കറണ്ടിലും പറയും വോൾട്ടേജ് വേവ്സിലും പറയും. THD നമ്മൾ ഇപ്പോൾ രണ്ടിലും പറയുമെങ്കിലും നമ്മൾ കോമൺ ആയിട്ട് റെഫർ ചെയ്യുന്നത് വോൾട്ടേജ് വേവിനെയാണ്. ഇനി നമ്മൾ ഒരു ഫിഗർ അടുത്ത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്താണ്, ഒരു അഡ്ജസ്റ്റബിൾ സ്പീഡ് ഡ്രൈവ്, അതിൻ്റെ ഒരു വേവ് ഫോം ഹാർമോണിക് സ്പെക്ട്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഹാർമോണിക് സ്പെക്ട്രം, കറണ്ടിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതാണ് ഫ്രീക്വൻസി റേഞ്ച്, മുകളിൽ ടൈമിൻ്റെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ, അതായത് ആ വേവ് കറക്റ്റ് എന്താണ്, ഒരു പ്യുവർ വേവ് അല്ല, കാരണം അതിനകത്ത് കുറേ ഡിസ്റ്റോർഷൻസ് ഉണ്ട്. ഇനി അപ്പം ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ കണ്ടിന്യൂ ചെയ്യാണ്. IEEE 519 സെറ്റ്സ് ലിമിറ്റ്സ് ഓൺ ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ ഫോർ ദി യൂട്ടിലിറ്റി സൈഡ് ഓഫ് ദി മീറ്റർ. യൂട്ടിലിറ്റി സൈഡിൽ THD, ഓരോ ഡിവൈസിനും THD എത്രത്തോളം ആവാം, അല്ലെങ്കിൽ ഇത്ര ഇതിൽ കൂടാൻ പാടില്ല എന്നിങ്ങനെ IEEE സ്റ്റാൻഡേർഡ് 519 വെച്ചിട്ട് പറയുന്നുണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇനി യൂട്ടിലിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ വോൾട്ടേജ് ഡിസ്റ്റോർഷൻസ് അറ്റ് ദ പോയിൻ്റ് ഓഫ് കോമൺ കപ്ലിംഗ് ബിറ്റ്വീൻ ദ യൂട്ടിലിറ്റി ആൻഡ് ദ എൻഡ് യൂസർ. അതായത് ഇപ്പം കോമൺ കപ്ലിംഗ്, അതായത് യൂട്ടിലിറ്റിയും എൻഡ് യൂസറും തമ്മിലുള്ള കോമൺ കപ്ലിംഗ് പോയിൻറ്റിൽ ഇപ്പോൾ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ എന്താണ്, യൂട്ടിലിറ്റിയാണ് റെസ്പോൺസിബിൾ ആവേണ്ടത്. അതായത് യൂട്ടിലിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ വോൾട്ടേജ് ഡിസ്റ്റോർഷൻ അറ്റ് ദ പോയിൻ്റ് ഓഫ് കോമൺ കപ്ലിംഗ് ബിറ്റ്വീൻ യൂട്ടിലിറ്റി ആൻഡ് ദി എൻഡ് യൂസർ. അപ്പോൾ യൂട്ടിലിറ്റിയാണ് അതിന് കാരണക്കാരൻ.
Total harmonic distortion is a way to evaluate the voltage distortion effects of injecting harmonic current into the utility system. ഇപ്പോൾ യൂട്ടിലിറ്റിയിൽ ഇപ്പോൾ ഇതുപോലൊരു ഡിസ്റ്റോഷൻ വന്നാൽ യൂട്ടിലിറ്റിയിൽ ഇപ്പോൾ യൂട്ടിലിറ്റി സൈഡിൽ ഡിസ്റ്റോഷൻ ഉണ്ടായി. എങ്ങനെ ഡിസ്റ്റോഷൻ ഉണ്ടായി? ഒരു ഹാർമോണിക് കറണ്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് കാരണം യൂട്ടിലിറ്റി സൈഡിൽ ഒരു വോൾട്ടേജ് ഡിസ്റ്റോഷൻ ഉണ്ടായാൽ എന്താണ് അവിടെ? ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോഷൻ ഉണ്ടാവും. ഓക്കെ, ഇനി ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോഷൻ്റെ എക്സാക്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് RMS ഓഫ് ദി ഹാർമോണിക് കണ്ടൻറ്റ് ബൈ RMS വാല്യൂ ഓഫ് ദി ഫണ്ടമെൻ്റൽ. ഹാർമോണിക് കണ്ടൻറ്റ് RMS ബൈ ഫണ്ടമെൻ്റലിൻ്റെ ഹാർമോണിക് വാല്യൂ ഇൻറ്റു 100 ആണ്. അതാണ് ഇക്വേഷൻ പഠിച്ചു വെക്കുക. ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോഷൻ ഇസ് എ ടേം യൂസ് ടു ഡിസ്ക്രൈബ് ദ നെറ്റ് ഡീവിയേഷൻ ഓഫ് എ നോൺ ലീനിയർ വേവ് ഫോം. അതായത് നമ്മൾ ടോട്ടൽ ഹാർമോണിക് ഡിസ്ട്രിബ്യൂഷൻ ടേം ഉപയോഗിക്കുന്നത് തന്നെ ഡിസ്ക്രൈബ് ചെയ്യാനാണ്. എന്തിന്? ഒരു നോൺ ലീനിയർ വേവ് ഫോം ഐഡിയൽ സൈൻ വേവ് ക്യാരക്ടറിസ്റ്റിൽ നിന്നും എത്രത്തോളം ഡീവിയേഷൻ സംഭവിക്കുന്നു, എത്രത്തോളം ഡീവിയേഷൻ ആ വേവിനുണ്ട്, അതിൻ്റെ ഒരു ഇവാലുവേഷൻ ടേമാണ്, അല്ലെങ്കിൽ ഇവാലുവേഷൻ അതാണ് ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് √I2² + I3² + I4² + I5² അപ് ടു എത്ര കറണ്ട് ഉണ്ടോ അത്രയും സ്ക്വയർ എടുത്ത് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ THD എന്ന് പറയുന്നത് IH/I1. IH എന്ന് പറയുന്നത് ഹാർമോണിക് കമ്പോണൻറ്റ്, I1 എന്ന് പറയുന്നതാണ് ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ്, ഇൻറ്റു 100 എടുത്താൽ മതി. ഓക്കെ, RMS വാല്യൂ ആണ്. അപ്പം ഇതൊരു പ്രോബ്ലമാണ്. പ്രോബ്ലം എന്ന് വെച്ചാൽ സിമ്പിളാണ്. അതായത് ഫണ്ടമെൻ്റലും തന്നിട്ടുണ്ട്, 3rd, 5th, 7th, 9th ഹാർമോണിക്സ് തന്നിട്ടുണ്ട്. ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ 3rd, 5th, 7th, 9th ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ അത്രയും സ്ക്വയർ എടുത്ത് റൂട്ട് എടുത്ത് ആഡ് ചെയ്യുക. സ്ക്വയർ എടുത്ത് ആഡ് ചെയ്തിട്ട് റൂട്ട് എടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിനെ ഫണ്ടമെൻ്റലും കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? THD വാല്യൂ ഇൻ പെർസെൻറ്റേജിൽ കിട്ടും. THD നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജിലാണ്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ടേമാണ് ടോട്ടൽ ഡിമാൻഡ് ഡിസ്റ്റോഷൻ, TDD. ഇതും IEEE 519 ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണ് പറയുന്നത്. TDD എന്ന് പറയുന്നത് എൻഡ് യൂസർ സൈഡ്. മുമ്പ് നമ്മൾ പറഞ്ഞത് യൂട്ടിലിറ്റി സൈഡായിരുന്നു, ഇവിടെ എൻഡ് യൂസർ സൈഡിലാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് RMS ഓഫ് ഹാർമോണിക് കറണ്ട് ബൈ RMS വാല്യൂ ഓഫ് MD ഓഫ് ലോഡ് കറണ്ട്, മാക്സിമം ഡിമാൻഡ് ഓഫ് ലോഡ് കറണ്ട് ഇൻറ്റു 100 ആണ്. ഇത് നമ്മൾ ലോഡ് കറണ്ടിൻ്റെ പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. TDD എന്ന് പറയുന്നത് കറണ്ട് ഡിസ്റ്റോഷൻ്റെ ഒരു ഇവാലുവേഷനാണ്. അതായത് എൻഡ് യൂസറിൽ ഒരു ഹാർമോണിക് കറണ്ട് കോസ് ചെയ്യുന്ന കറണ്ട് ഡിസ്റ്റോഷൻ്റെ ഇവാലുവേഷനാണ് TDD, ടോട്ടൽ ഡിമാൻഡ് ഡിസ്റ്റോഷൻ. ഇനി എന്താണ് ഇൻ്റർ ഹാർമോണിക്സ്? വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിന് ഒരു ഫ്രീക്വൻസി കമ്പോണൻ്റ് ഉണ്ട്. അത് എന്താണ്? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ നോൺ ഇൻറ്റിജർ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ അതാണ് ഇൻ്റർ ഹാർമോണിക്സ്. ഹാർമോണിക്സ് ഇൻറ്റിജർ മൾട്ടിപ്പിളും ഇൻ്റർ ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ നോൺ ഇൻറ്റിജർ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഓക്കെ, ഇനി ഇൻ്റർ ഹാർമോണിക്സിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്രീക്വൻസി കൺവേർട്ടേഴ്സ്, സൈക്ലോ കൺവേർട്ടേഴ്സ്, ഇൻഡക്ഷൻ ഫർണസസ്, ആർക്കിംഗ് ഡിവൈസസ്, ഇതൊക്കെയാണ് ഇൻ്റർ ഹാർമോണിക്സിൻ്റെ കുറച്ച് സോഴ്സസ്. ഇനി അടുത്ത ടേമാണ് നോച്ചിങ്. ഓക്കെ, അപ്പോൾ നോച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പീരിയോഡിക് വോൾട്ടേജ് ഡിസ്റ്റർബൻസ് ആണ്. പീരിയോഡിക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വോൾട്ടേജ് ഡിസ്റ്റർബൻസ് ആണ് നോച്ചിങ് എന്ന് പറയുന്നത്. പവർ ഇലക്ട്രോണിക്സ് ഡിവൈസസിൻ്റെ നോർമൽ ഓപ്പറേഷൻ, പവർ ഇലക്ട്രോണിക്സ് ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതിനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്ത് ചെയ്യുന്നു? ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലേക്ക് കറണ്ട് കമ്മ്യൂട്ടേറ്റ് ചെയ്യുന്നു. കറണ്ട് ഇങ്ങനെ കമ്മ്യൂട്ടേറ്റ് ചെയ്ത് പോകുന്ന ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലോട്ട്, അതാണ് നോച്ചിങ് എന്ന് പറയുന്നത്. അത് പവർ ഇലക്ട്രോണിക്സിൻ്റെ ഉപയോഗം കൊണ്ടാണ്. ഓക്കെ, ഇനി എന്താണ് നോയ്സ്? നോയ്സ് എന്ന് പറയുന്നത് അൺവാണ്ടഡ് ഇലക്ട്രിക് സിഗ്നൽസ് ആണ്. അതിന് ഒരു ബ്രോഡ്ബാൻഡ് സ്പെക്ട്രൽ വിഡ്ത്ത് കാണും, അതായത് 200 kHz കുറവുള്ളൊരു സ്പെക്ട്രൽ കണ്ടൻറ്റ് കാണും. അത് നമ്മുടെ പവർ സിസ്റ്റം വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിനകത്തോട്ട് സൂപ്പറിമ്പോസ് ചെയ്യുന്നു, ഫേസ് കണ്ടക്ടേഴ്സിനകത്തോട്ട്, അല്ലെങ്കിൽ ന്യൂട്രൽ കണ്ടക്ടേഴ്സിലോട്ട്, അല്ലെങ്കിൽ സിഗ്നൽ ലൈൻസിലോട്ട് സൂപ്പറിമ്പോസ് ചെയ്യുന്നു. ഈ ഒരു എന്താണ് നോയ്സ് അൺവാണ്ടഡായിട്ട് കയറി വരുന്നു. അപ്പോൾ അത് നമ്മുടെ
ഓൾറെഡി ഉള്ള സിനുസോയ്ഡൽ വേവിന് ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നു. അങ്ങനെയാണ് വേവ് ഫോം ഡിസ്റ്റോർഷൻസിൻ്റെ 4 കാരണങ്ങൾ. ഇനി നോയ്സിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് പവർ ഇലക്ട്രോണിക് ഡിവൈസസ്, കൺട്രോൾ സർക്യൂട്ട്സ്, ആർക്കിക് എക്യുപ്മെൻറ്റ്സ്, പിന്നെ സോളിഡ് സ്റ്റേറ്റ് റെക്ടിഫയേഴ്സ്, പിന്നെ സ്വിച്ചിങ് പവർ സപ്ലൈസ് ഒക്കെയാണ് നോയ്സ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇനി അടുത്ത ഒരു പവർ ക്വാളിറ്റി പ്രോബ്ലമാണ് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ വോൾട്ടേജ് ഫ്ലിക്കർ. ഞാൻ ക്ലാസ് ഈ മൊഡ്യൂൾ തുടങ്ങിയപ്പോൾ തൊട്ടേ വോൾട്ടേജ് ഫ്ലിക്കർ, ലൈറ്റിൻ്റെ ഫ്ലിക്കറിങ്, ഫ്ലക്ച്വേഷൻ എന്നൊക്കെയുള്ള വാക്കുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആക്ച്വൽ ടേം ഇതാണ്, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ വോൾട്ടേജ് ഫ്ലിക്കർ. ഇതെന്ന് പറയുന്നത് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വോൾട്ടേജിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് വേരിയേഷനാണ്. അതായത് ഒരു റാൻഡം വോൾട്ടേജ് ചേഞ്ച്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് വരുന്നൊരു വ്യത്യാസമാണ്. അത് എന്താണ്, ഒരുപാട് നേരത്തേക്കൊന്നും അത് നിൽക്കത്തില്ല. അതായത് ഒരുപാട് വോൾട്ടേജ് റേഞ്ചിൽ മാറത്തുമില്ല, എന്നാൽ ഒരുപാട് ഡ്യൂറേഷനിൽ നിൽക്കത്തുമില്ല. അപ്പം അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.9 to 1.1 പെർ യൂണിറ്റ്. അത്ര ഒരു വ്യത്യാസത്തിലൊരു ചെറിയ ഫ്ലിക്കറിങ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് താഴെ നടക്കുന്നൊരു സംഭവമാണ്. ഇനി അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ലോഡ് കറണ്ടിന് എന്തെങ്കിലും ഒരു വേരിയേഷൻ, പിന്നെ ഇപ്പം ലോഡ് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഇപ്പം ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ റൂമിലൊരു ലൈറ്റ് ഇട്ടിട്ട് നമ്മൾ അടുക്കളയിൽ മോട്ടർ ഓൺ ആക്കുമ്പോൾ ആ ഓൺ ആക്കുന്ന സെക്കൻഡിൽ നമ്മുടെ ലൈറ്റിന് ചെറിയൊരു ഫ്ലിക്കറിങ് സംഭവിക്കും. അതായത് ആ ലോഡിന് വരുന്ന വേരിയേഷൻ ഒരു ചെറിയ സെക്കൻഡിൽ അവിടുത്തെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് വോൾട്ടേജിന് ഒരു ചെറിയ വേരിയേഷൻ കൊടുക്കുന്നു. അതാണ് ഫ്ലിക്കറിങ് അല്ലെങ്കിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി PQ പ്രോബ്ലത്തിൻ്റെ സോഴ്സസ്, അതായത് പവർ ക്വാളിറ്റി പ്രോബ്ലം അല്ലെങ്കിൽ പവർ ക്വാളിറ്റി ഇഷ്യൂസിൻ്റെ സോഴ്സസ് ഒന്ന് പറയുവാണ്. പവർ ക്വാളിറ്റി പ്രോബ്ലംസിൻ്റെ മേജർ സോഴ്സസിനെ നമ്മൾ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. കാറ്റഗറൈസ് ചെയ്യുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ ലൊക്കേഷൻ ഓഫ് എ സോഴ്സ് ആൻഡ് റിലേഷൻഷിപ്പ് ടു ദ പവർ മീറ്റർ. അതായത് ലൊക്കേഷൻ, സോഴ്സിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചും പിന്നെ പവർ മീറ്ററുമായിട്ടുള്ള റിലേഷൻ അനുസരിച്ച് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് യൂട്ടിലിറ്റി സൈഡ് ഓഫ് ദി മീറ്റർ ഇൻക്ലൂഡ്സ്. അതായത് യൂട്ടിലിറ്റി സൈഡിൽ അതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി സൈഡാണ് അതിൻ്റെ ലൊക്കേഷൻ. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സ്വിച്ചിങ് ഓപ്പറേഷൻസ്. ഇപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പം ട്രാൻസ്ഫോമർ സ്വിച്ച് ചെയ്യുക, വലിയ വലിയ ലോഡുകൾ സ്വിച്ച് ചെയ്യുക, പിന്നെ പവർ സിസ്റ്റം ഫോൾട്ട്, പവർ സിസ്റ്റത്തിനുണ്ടാകുന്ന ഫോൾട്ട്, സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ആവാം, ലൈൻ ടു ലൈൻ ആവാം, ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ആവാം, ഏത് വേണേലും ആവാം. പിന്നെ ലൈറ്റ്നിങ്, ഇടിമിന്നൽ. ഇനി അതർ കാറ്റഗറീസ് ഓൺ ദ എൻഡ് യൂസർ സൈഡ് ഓഫ് ദി മീറ്റർ. എൻഡ് സൈഡ്, അതായത് എൻഡ് യൂസർ സൈഡിലുണ്ടാകുന്ന പ്രോബ്ലം, അവിടെയാണ് ലൊക്കേഷൻ. അപ്പോൾ അതിനകത്ത് വരുന്നത് നോൺ ലീനിയർ ലോഡ്. ഇപ്പം എൻഡ് യൂസർ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്യൂമർ സൈഡാണ്. അപ്പോൾ കൺസ്യൂമർ സൈഡിലുള്ള നോൺ ലീനിയർ ലോഡ്സ്, ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ, പിന്നെ പുവർ ഗ്രൗണ്ടിങ്, വീട്ടിലെ വയറിങ്ങും ഗ്രൗണ്ടിങ് ഒന്നും കൊള്ളത്തില്ലെങ്കിൽ പവർ ക്വാളിറ്റി ഇഷ്യൂ ഉണ്ടാവാം. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ്, അതായത് ഇപ്പോൾ വീട്ടിൽ ഒരുപാട് ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട്, അതിനകത്ത് നിന്ന് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് എന്താണെന്ന് EMTക്കകത്ത് തന്നെ നമ്മൾ നന്നായിട്ട് പഠിച്ചതാണ്. പിന്നെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഇതെല്ലാം കാരണം എൻഡ് യൂസർ സൈഡിലും എന്ത് ഉണ്ടാവാം, പവർ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടാവാം. ഇനി അടുത്തയാണ്, അപ്പോൾ നമ്മളിതിന് ഓരോന്നിനെ പറ്റിയും വിശദമായിട്ട് പഠിക്കാൻ പോവാം. യൂട്ടിലിറ്റി സൈഡ് ഓഫ് ദി മീറ്റർ. അപ്പോൾ ഈ PQ പ്രോബ്ലത്തിൻ്റെ സോഴ്സസ് യൂട്ടിലിറ്റി സൈഡിൽ, മീറ്ററിൻ്റെ യൂട്ടിലിറ്റി സൈഡിൽ വരുന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ മാൻമെയ്ഡ്, മനുഷ്യനിർമ്മിതമാവാം, അല്ലെങ്കിൽ നാച്ചുറൽ ഈവൻസ് കൊണ്ടുണ്ടാവാം. ഇനിയിപ്പം കുറച്ച് സം ടൈപ്പ് ഓഫ് ഇൻട്രപ്ഷൻസ്, നമ്മൾ കറണ്ടിൻ്റെ വോൾട്ടേജിനെ കുറിച്ച് ഇൻട്രപ്ഷൻസ് പറയുവാണെങ്കിൽ കൂടുതലും മാൻമെയ്ഡ് ആയിരിക്കും. അതായത് സ്വിച്ചിങ് ഓപ്പറേഷൻസ് വഴിയായിരിക്കും കൂടുതലും കറണ്ടിനും വോൾട്ടേജിനൊക്കെ ഇൻട്രപ്ഷൻസ് സംഭവിക്കുന്നത്. ഇനി ഇപ്പോൾ സ്വിച്ചിങ് എക്യുപ്മെൻറ്റ്സ്, അതായത് ഇപ്പോൾ സ്വിച്ചിങ് ഓൺ ഓഫ് ആക്കുന്ന എന്തൊക്കെയാണ്, ബ്രേക്കേഴ്സ്, സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഓൺ ഓഫ് ആവാം, അല്ലെങ്കിൽ ഡിസ്കണക്ട് സ്വിച്ചസ്, ഐസൊലേറ്റേഴ്സ്, റീക്ലോസേഴ്സ്, ഇതൊക്കെ കാരണം വോൾട്ടേജിനും കറണ്ടിനും കുറച്ച് ഇൻട്രപ്ഷൻസ് ഉണ്ടാവാം. ഓക്കെ, ഇനി പവർ സിസ്റ്റത്തിൽ ഫോൾട്ട് ഉണ്ടാകുന്നു. ഇപ്പോൾ ഫോൾട്ട് ഉണ്ടാകുമ്പോൾ സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ആവും, എന്നിട്ട് ഫോൾട്ട് മാറിക്കഴിയുമ്പോൾ അത് റീക്ലോസ് ആവും. അപ്പോൾ ഇതൊക്കെ വോൾട്ടേജിനും കറണ്ടിനുള്ള ഇൻട്രപ്ഷൻസിന് കുറച്ച് കാരണങ്ങളാണ്. ഇതെല്ലാം യൂട്ടിലിറ്റി സൈഡിലാണ്. ഇനി ട്രിപ്പ് ബ്രേക്കർ ടു പെർഫോം റൊട്ടീൻ മെയിൻ്റനൻസ്. ഇപ്പോൾ അതായത് ഈ സർക്യൂട്ട് ബ്രേക്കറിനൊക്കെ മാസത്തിൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം മെയിൻ്റനൻസ് പർപ്പസിന് വേണ്ടിയിട്ടും കുറേ നേരം കറണ്ടും വോൾട്ടേജും ഇൻട്രപ്റ്റ് ആവാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി കപ്പാസിറ്റി ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെയും ഇൻട്രപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് യൂട്ടിലിറ്റി സൈഡിൽ സംഭവിക്കുന്ന പവർ ക്വാളിറ്റി ഇഷ്യൂസിന് കാരണങ്ങൾ.
ഓക്കെ. അതുപോലെ തന്നെ നാച്ചുറൽ ഈവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ അടിക്കുമ്പം സബ്സ്റ്റേഷനിലാവാം അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിലാവാം. ഇവിടെയൊക്കെ ലൈറ്റ്നിങ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? പവർ ലൈനിൽ സംഭവിക്കാം. അല്ലെങ്കിൽ പിന്നെ സംഭവിക്കുന്ന നാച്ചുറലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മരം വന്ന് പോസ്റ്റിലിടിക്കുക. അതൊക്കെ ആരും അറിഞ്ഞുകൊണ്ട് വന്ന് ചെയ്യത്തില്ലല്ലോ, അതൊക്കെ നാച്ചുറലി സംഭവിച്ചു പോകുന്നതാണ്. പിന്നെ മരം ഒടിഞ്ഞ് വീഴുക, വലിയ മഴയൊക്കെ സമയത്ത് മരം ഒടിഞ്ഞ് പോസ്റ്റിൽ വീഴുക, അല്ലെങ്കിൽ ലൈൻ കമ്പി പൊട്ടി വീഴുക, പിന്നെ വവ്വാൽ വന്ന് ചത്ത് വീഴുക, കാക്ക വന്നടിക്കുക, ഓലക്കാലി വീഴുക. പിന്നെ ഇതൊക്കെ നാച്ചുറലി നടക്കുന്ന കുറച്ച് ഫോൾട്ടാണ്, അതായത് ടെമ്പററി ഫോൾട്ടാണ്. അപ്പം ഇതൊക്കെ കാരണം സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ആവാറുണ്ട്. അത് കാരണം എന്താണ്, ഒരു ഇൻട്രപ്ഷൻസ് ഇൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഉണ്ടാവാറുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ബ്രേക്കേഴ്സിനകത്തൊക്കെ റീക്ലോസിങ്ങും അതുപോലെ തന്നെ ബ്രേക്കിങ്ങും ഇതെല്ലാം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഫോൾട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫോൾട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻട്രപ്ഷൻസ് ഒക്കെ മാറി വോൾട്ട് പവറൊക്കെ നേരെയാവും. ഇനി ഈ ഫോൾട്ട് ക്ലിയർ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ബ്രേക്കർ റീക്ലോസ് ചെയ്ത് വീണ്ടും ട്രിപ്പായിട്ട് വീണ്ടും റീക്ലോസിങ്ങിന് സംഭവിക്കണം. അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കും, റീക്ലോസ് ആവത്തില്ല, ഇപ്പം പെർമനൻറ്റ് ഫോൾട്ട് വല്ലതും ആണെങ്കിൽ. ഓക്കെ. ഇനിയും ഈ യൂട്ടിലിറ്റി ആക്ടിവിറ്റി, അതായത് ഈ യൂട്ടിലിറ്റി സൈഡിലുണ്ടാകുന്ന ഈ ഒരു ഇൻട്രപ്ഷൻ പവർ, ഈ ഒരു കാര്യങ്ങളൊക്കെ ഓസിലേറ്ററി ട്രാൻസിയൻസിന് വഴിയൊരുക്കും. ഓസിലേറ്ററി ട്രാൻസിയൻസ് ഉണ്ടാകാനുള്ള കാരണങ്ങളാവും. അതായത് പവർ ഫാക്ടർ ഇംപ്രൂവിങ് കപ്പാസിറ്റീസ് ഒക്കെ സ്വിച്ച് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടാവും? ഒരു ഓസിലേറ്ററി ട്രാൻസിയൻറ്റ്, ഒരു സഡൻ ട്രാൻസിയൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ യൂട്ടിലിറ്റീസ് പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് കപ്പാസിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ആവും, അതായത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആഡ് ചെയ്യുമ്പോഴത്തേക്കിനും പവർ ഫാക്ടർ ഇമ്പ്രൂവ് ആവും പവർ സിസ്റ്റത്തിൽ. അപ്പോൾ ഇത് കാരണം കറണ്ട് ആൻഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻഫേസ് ആവുകയും അത് കാരണം പവർ സിസ്റ്റത്തിലെ ലോസസ് കുറയ്ക്കാനും നമുക്ക് പറ്റും, കപ്പാസിറ്റീവ് പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുക്കുമ്പോൾ. ഇനി ഈ കപ്പാസിറ്റേഴ്സ് നമ്മൾ പവർ സിസ്റ്റത്തിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, അവിടെ സഡനായിട്ട് ഒരു വോൾട്ടേജിനൊരു ഇൻക്രീസ് വരും, അതാണ് ട്രാൻസിയൻസ്. അപ്പോൾ ഈ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഹാർമോണിക്സിൽ ട്യൂൺ ചെയ്ത്, നമുക്ക് ട്യൂൺ ചെയ്ത് ടാങ്ക് സർക്യൂട്ട് ട്യൂൺ ചെയ്യാൻ പറ്റും ഹാർമോണിക്സ്. അപ്പോൾ അത് പവർ സിസ്റ്റത്തിൽ എന്താണ്, ഹാർമോണിക്സിനെ ആംപ്ലിഫൈ ചെയ്യും. അപ്പം യൂട്ടിലിറ്റി സൈഡിൽ എന്താണ്, യൂട്ടിലിറ്റി സൈഡിലും അതുപോലെ തന്നെ എൻ യൂസർ സൈഡിലും ഹാർമോണിക്സിന് വഴിയൊരുക്കും. എന്ത്, ഈ കപ്പാസിറ്റർ അഡീഷൻ എന്ന് പറയുന്നത്. ഈ പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന കപ്പാസിറ്റർ കാരണം അവിടെ ഒരു ഹാർമോണിക് ഉണ്ടാവും. ഇനി എൻഡ് യൂസർ സൈഡ് ഓഫ് ദ മീറ്റർ ആണെങ്കിൽ അവിടുത്തെ പവർ ക്വാളിറ്റി പ്രോബ്ലത്തിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? അതായത് സിനുസോഡൽ വോൾട്ടേജിൻ്റെ കറണ്ടിൻ്റെയും ആ ഒരു വേവ് ഫോമിന് ഡിസ്റ്റോഷന് കാരണം എന്തൊക്കെയാവുന്നു? അതായത് ഈ ഡിസ്ട്രപ്ഷൻസ്, അതായത് ഈ ഒരു അൺവാണ്ടഡ് ഡിസ്റ്റോഷൻസ് ഒക്കെ എന്താണ്, ഡാമേജ് ആക്കും. അല്ലെങ്കിൽ നമ്മുടെ എൻഡ് യൂസർ സൈഡിലുള്ള എല്ലാ മെഷീൻസിനും ഒന്നെങ്കിൽ അത് ഡാമേജ് ആക്കും, അല്ലെങ്കിൽ അതിൻ്റെ മിസ് ഓപ്പറേഷൻ നടക്കും. ഓക്കെ. അതായത് നമ്മൾ കൂടുതലും എൻഡ് യൂസറിൻ്റെ വീട്ടിലൊക്കെ ഇപ്പോൾ ഈ എന്താണ് സെൻസിറ്റീവായിട്ടുള്ള ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഒരു ചെറിയൊരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ഒരു വേരിയേഷൻ പോലും അതൊന്നും താങ്ങത്തില്ല, പെട്ടെന്ന് തന്നെ അത് ഡാമേജ് ആവും, അല്ലെങ്കിൽ അത് മിസ് ഓപ്പറേഷൻ ആവും. ഓക്കെ. അപ്പം പവർ ക്വാളിറ്റി പ്രോബ്ലംസ് എൻഡ് യൂസറിൽ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് വലിയ വലിയ മോട്ടറൊക്കെ ഓണാക്കുമ്പം ഉണ്ടാകുന്നൊരു ഇൻറഷ് കറണ്ട്, പിന്നെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാരണങ്ങൾ. പിന്നെ നോൺ ലീനിയർ ലോഡ്സ്, വീട്ടിലെ ഇലക്ട്രോണിക്സ് ലോഡ്. ഇനി എന്താണ് നോൺ ലീനിയർ ലോഡ്? നോൺ ലീനിയർ ലോഡ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന പലതും നോൺ ലീനിയർ ലോഡ്സാണ്. അതായത് എല്ലാ ഡിവൈസസിലും എന്താണ്, സിനുസോഡൽ വേവ്, സ്മൂത്തായിട്ടുള്ള സിനുസോഡൽ വേവിനെ ഇറഗുലർ ഡിസ്റ്റോർട്ടഡ് വേവ് ഷേപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് എന്ത്, ഈ നോൺ ലീനിയർ ലോഡെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റോർട്ടഡ് വേവ് എന്ന് പറയുന്നത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹാർമോണിക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. അപ്പം ഈ ടൈപ്പ് നോൺ ലീനിയർ ലോഡ്സിനകത്ത് എല്ലാ ടൈപ്പ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സും വരും. അതായത് സ്വിച്ച് മോഡ് പവർ സപ്ലൈസ്, ASDs, റെക്ടിഫയേഴ്സ്, ഇൻവെർട്ടേഴ്സ്, ആർക്ക് വെൽഡേഴ്സ്, ആർക്ക് ഫർണസസ്, അതുപോലെ തന്നെ ഫ്ലൂറസൻ ലൈറ്റിങ്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്, MRI സ്കാനിങ്, UPS, ഇലക്ട്രോൺ ബീം ഫർണസ്, ഇൻഡക്ഷൻ ഫർണസ്, ഇതെല്ലാം ഹാർമോണിക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. ഇനി മോസ്റ്റ് ഓഫ് ദി ഇലക്ട്രോണിക് ഡിവൈസസും എന്താണ്, സ്വിച്ച് മോഡ് പവർ സപ്ലൈസ് ആണ് യൂസ് ചെയ്യുന്നത്. അതെന്താണ്, അത് ഹാർമോണിക്സ് പ്രൊഡ്യൂസ് ചെയ്യും.
ഇനി ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് മാനുഫാക്ചേഴ്സൊക്കെ എന്താണ് ഈ ഹാർമോണിക്സിനെ എലിമിനേറ്റ് ചെയ്യാൻ ഫിൽറ്ററൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പവർ സപ്ലൈ ട്രാൻസ്ഫോമർ, ഈ ട്രാൻസ്ഫോമർ വഴിയുള്ള പവർ സപ്ലൈ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സ്വിച്ച് മോഡ് പവർ സപ്ലൈസ് ആണിപ്പം ഇലക്ട്രോണിക്സിനകത്ത് ഉപയോഗിക്കുന്നത്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിസ്റ്റോഷൻ അല്ലെങ്കിൽ ഈ ഒരു വേവ് ഫോം ഡിസ്റ്റോഷൻ നമുക്ക് തടയാൻ പറ്റും. ഇനി എന്താണ് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ? അപ്പോൾ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത് എ സിയെ ഡി സി ആക്കി മാറ്റുന്നു യൂസിങ് റെക്ടിഫൈ ബ്രിഡ്ജ്. എന്നിട്ട് ഈ ഡി സിയെ തിരിച്ച് എ സി ആക്കി മാറ്റും ബൈ യൂസിങ് ഫ്രീക്വൻസി യൂസിങ് സ്വിച്ചർ വെച്ചിട്ട് മാറ്റിയിട്ട് എ സി വോൾട്ടേജിനെ 5 വോൾട്ട് ഒരു സ്മോൾ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. എന്നിട്ട് അതിനെ വീണ്ടും എ സി ടു ഡി സി കൺവേർട്ടാക്കി വേറൊരു റെക്ടിഫയർ വെച്ചിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് സ്വിച്ച് മോഡ് പവർ സപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിനെല്ലാം കൂടുതലും 5 വോൾട്ട് ഡി സി ആണ് വേണ്ടത്. ആ 5 വോൾട്ട് ഡി സിയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്വിച്ച് മോഡ് പവർ സപ്ലൈസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പുവർ വയറിംഗ് ആൻഡ് ഗ്രൗണ്ടിങ്, അതായത് എൻഡ് യൂസർ സൈഡിൽ വരാവുന്ന രണ്ടാമത്തെ ഒരു റീസണാണ് പുവർ വയറിംഗ് അല്ലെങ്കിൽ പുവർ ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ സിംറ്റം പുവർ വയറിംഗ് ഗ്രൗണ്ടിങ് എന്നാൽ നമ്മുടെ വീട്ടിലിപ്പം പുവർ വയറിംഗ് ആണോ ഗ്രൗണ്ടിങ് ആണോ എന്നൊക്കെ അറിയാവുന്നുള്ള കുറച്ച് സിംറ്റംസാണ് കൊടുത്തേക്കുന്നത്. കമ്പ്യൂട്ടറിൽ നിന്ന് ഡേറ്റ എല്ലാം ലോസ് ആവുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ നിർത്തുക, കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ആവാതിരിക്കുക, പിന്നെ ടെലിഫോണിലെ കോൾസ് ഒന്നും കിട്ടാതാവുക, അല്ലെങ്കിൽ ടെലിഫോൺ ഭയങ്കര നോയ്സി ആയിരിക്കുക, പിന്നെ ഇൻഡസ്ട്രി ഏരിയയിലാണ് ഇൻഡസ്ട്രി പ്രോസസ്സൊക്കെ സഡനായിട്ട് നിന്ന് പോവുക, ബ്രേക്കർ ബോക്സസൊക്കെ നന്നായിട്ട് ചൂടാവുക, പിന്നെ ന്യൂട്രൽ സൈഡൊക്കെ തീ പിടിക്കുക, പവർ കണ്ടീഷനിങ് എക്യുപ്മെൻ്റൊക്കെ തീ പിടിക്കുക, പിന്നെ ട്രാൻസിയം വോൾട്ടേജ് സപ്രസേഴ്സ് TVSs ഒക്കെ തീ പിടിക്കുക. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തനുമാനിക്കാം, നമ്മുടെ വീട്ടിലെ വയറിങ് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് ശരിയല്ലെന്ന് പറയാം. ഓക്കെ, ഇനി ഈ പ്രോപ്പർ വയറിങ്ങും ഗ്രൗണ്ടിങ്ങും ഇല്ലാതുണ്ടാകുന്ന പ്രോബ്ലംസിനെ നമുക്ക് കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസിനെ നമ്മൾ 3 കാറ്റഗറിയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: വയറിങ്, ഗ്രൗണ്ടിങ്, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇനി പവർ ക്വാളിറ്റി പ്രോബ്ലത്തിൻ്റെ എഫക്റ്റ്. ഇപ്പോൾ പവർ ക്വാളിറ്റി പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് പഠിച്ചു. ഇനി ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായാൽ എന്താ കുഴപ്പം, എന്താണ് എഫക്റ്റ്? ദ എഫക്റ്റ് ഓഫ് പവർ ക്വാളിറ്റി പ്രോബ്ലംസ് ആർ മെനി ആൻഡ് വേരിയഡ്. ഈ പവർ ക്വാളിറ്റി കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലം, അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാടാണ്, ഭയങ്കര വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് ആണ്. ഓക്കെ, അതായത് പവർ ക്വാളിറ്റി പ്രോബ്ലം നമുക്ക് കൂടുതലും അറിയാൻ പറ്റുന്നത് കസ്റ്റമറിലാണ് കൂടുതലും ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാവുന്നത്. മോസ്റ്റ് പവർ ക്വാളിറ്റി പ്രോബ്ലംസും എൻഡ് യൂസേഴ്സിൻ്റെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിലാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മുടെ വീടുകളിലെ ഓരോന്നും അടിച്ചു പോകുന്നതായിരിക്കും സിംറ്റം. അപ്പോൾ ഈ സിംറ്റം എന്ന് പറഞ്ഞാൽ മോട്ടേഴ്സ് ഓവർ ഹീറ്റ് ആവുക, പിന്നെ കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഷട്ട് ഡൗൺ ആവുക, ലൈറ്റെല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലിക്കർ ചെയ്യുക, പിന്നെ ഇൻഡസ്ട്രീസിലാണെങ്കിൽ പ്രൊഡക്ഷനൊക്കെ അങ്ങ് സ്റ്റോപ്പ് ആവുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സിംറ്റംസാണ് കാണിക്കുന്നത്. ഇനി പവർ ക്വാളിറ്റി പ്രോബ്ലംസിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതായത് ഏത് ടൈപ്പ് ലോഡിനെയാണോ ഉപയോഗിക്കുന്നത് ആ ലോഡിനനുസരിച്ചായിരിക്കും പവർ ക്വാളിറ്റി പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഇപ്പം കമ്പ്യൂട്ടറിൻ്റെ കേസിലാണ്, അല്ലെങ്കിൽ കൺസ്യൂമർ പ്രോഡക്ട്സ്, ലൈറ്റ്നിങ്, മീറ്റേഴ്സ്, അതായത് ലൈറ്റിങ് ഫ്ലിക്കർ ആവുക, മീറ്റേഴ്സ്, ഫെറോമാഗ്നറ്റിക് എക്യുപ്മെൻറ്റ്, ടെലിഫോൺസ്, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു പർട്ടിക്കുലർ എക്യുപ്മെൻറ്റിൻ്റെ മാറ്റം അനുസരിച്ച് നമുക്ക് പവർ ക്വാളിറ്റി പ്രോബ്ലംസിനെ പറയാൻ പറ്റും. ഇനി കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ കൺട്രോൾഡ് എക്യുപ്മെൻ്റ് ആണെങ്കിൽ ഡേറ്റയൊക്കെ ലോസ് ആവും. ഒരേ കാര്യം തന്നെ അവർ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയേക്കുകയാണ് ഡേറ്റയൊക്കെ ലോസ് ആവുന്നത്. അതൊക്കെയാണ് വോൾട്ടേജ് വേരിയേഷനിൽ എൻഡ് സൈഡ് അല്ലെങ്കിൽ കൺസ്യൂമറിലുണ്ടാകുന്ന കുഴപ്പം, എഫക്റ്റ്. അതുപോലെ തന്നെ ഡിജിറ്റൽ ക്ലോക്ക്, മൈക്രോവേവ് ഓവൻ, ടെലിവിഷൻ സെറ്റ്, വീഡിയോ കാസറ്റ് റെക്കോർഡർ, സ്റ്റീരിയോ എക്യുപ്മെൻറ്റ്സ്, ഇതെല്ലാം അടിച്ചു പോകും. എല്ലാത്തിനും ഈ ഒരു എഫക്റ്റ് ഉണ്ടാവും. പിന്നെ ബ്ലിങ്കിങ് ക്ലോക്ക്, അതായത് ഡിജിറ്റൽ ക്ലോക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ക്ലോക്കൊക്കെ ആണെങ്കിൽ ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. പിന്നെ ഇലക്ട്രോണിക് ടൈമറൊക്കെ ഷട്ട് ഡൗൺ ആവും. പിന്നെ ലൈറ്റിംഗ് ഇൻക്ലൂഡ്സ് ഇൻകാൻഡസൻറ്റ് ലാമ്പാണെങ്കിലും ഡിസ്ചാർജ് ലാമ്പാണെങ്കിലും ഫ്ലൂറസൻ്റ് ഒക്കെ ആണെങ്കിൽ ഡിമ്മാവും, വോൾട്ടേജ് സാഗ് പോലെ ഇങ്ങനെ ഡിമ്മാവും. അങ്ങനെ എല്ലാ ലൈറ്റും ഫ്ലിക്കറാവും. ആർക്ക് ഫർണസ്, ആർക്ക് വെൽഡേഴ്സൊക്കെ എന്താണ്,
അതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇതൊക്കെ പവർ ക്വാളിറ്റി പ്രോബ്ലംസിൻ്റെ എഫക്റ്റാണ്. പിന്നെ മീറ്റേഴ്സൊക്കെ ആണെങ്കിൽ റീഡിങ് കാണിക്കുന്ന എററായിരിക്കും. പിന്നെ ഫെറോ മാഗ്നറ്റിക് എക്യുപ്മെൻറ്റ്, അതായത് ട്രാൻസ്ഫോമർ, ഇതൊക്കെ ആണെങ്കിൽ ട്രാൻസ്ഫോമർ മോട്ടറൊക്കെ ആണെങ്കിൽ ഓവർ ഹീറ്റ് ആവും, അത് ചിലപ്പോൾ അടിച്ചു പോവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. ടെലിഫോൺ ആണെങ്കിൽ നോയ്സ്, നമുക്ക് സംസാരിക്കുമ്പോൾ നോയ്സ് അനുഭവപ്പെടും. അതുപോലെ ഓരോ എക്യുപ്മെൻറ്റും ഓരോ ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി മാനുഫാക്ചറിങ് പ്രോസസ്സ്, ഇൻഡസ്ട്രി ഏരിയാസിലൊക്കെ ആണെങ്കിൽ വോൾട്ടേജ് സാഗ് കാരണം ഒരു കംപ്ലീറ്റ് പ്രൊഡക്ഷനും ഷട്ട് ഡൗൺ ആയിപ്പോവും. പിന്നെ കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ ഹാർമോണിക് കറണ്ടിനെ ഡ്രോ ചെയ്യും, അത് കാരണം കപ്പാസിറ്റേഴ്സൊക്കെ ട്രിപ്പ് ആവാനുള്ള, അതായത് ഫെയിൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നീഡ് ഫോർ PQ സ്റ്റാൻഡേർഡ്സ്, പവർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിൻ്റെ ആവശ്യകത എന്താണ്? അതായത് ഇപ്പോൾ ഇങ്ങനെ നമുക്കൊരു കൃത്യമായിട്ട് വോൾട്ടേജ് ലെവൽ എത്രയാണെന്നൊന്നും അറിയത്തില്ലെങ്കിൽ വോൾട്ടേജ് ഇങ്ങനെ അൺവാണ്ടഡായിട്ട് കൂടുകയും ചിലപ്പോൾ അങ്ങ് കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു വോൾട്ടേജ് കറണ്ട് ലിമിറ്റിനെ സെറ്റ് ചെയ്ത് വെക്കണം, ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെക്കണം. അതായത് ഇലക്ട്രോണിക് സെൻസിറ്റീവായിട്ടുള്ള ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും അതിനെ ഡിസ്റ്റർബൻസ് ടോളറേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനൊരു സ്റ്റാൻഡേർഡ് വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടായിരിക്കണം ബാക്കി കമ്പനികൾ പിന്നീടുള്ള ഡിവൈസസ് ഒക്കെ ഉണ്ടാക്കാൻ. ആ ഒരു സ്റ്റാൻഡേർഡ് വോൾട്ടേജിനെ അതിന് എന്ത് ചെയ്യണം, അതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റണം. അടുത്ത യൂട്ടിലിറ്റി നീഡ് സ്റ്റാൻഡേർഡ്സ്, അതായത് ഇപ്പോൾ വോൾട്ടേജ് പവർ സിസ്റ്റത്തിലൊക്കെ വോൾട്ടേജ് ഡിസ്റ്റോർഷൻസ് ഒക്കെ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം, ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹാർമോണിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹാർമോണിക്സ്, ഇപ്പം നോൺ ലീനിയർ ലോഡ്സ് ഒക്കെ ആണെങ്കിൽ അതിനെല്ലാം ടോളറേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അടുത്ത എൻഡ് യൂസേഴ്സ് നീഡ് സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ എൻഡ് യൂസേഴ്സ് ആണെങ്കിലും ഈ ഡിസ്റ്റർബൻസിനെയൊക്കെ ഹാർമോണിക്സ് ആണെങ്കിലും സ്റ്റാൻഡേർഡ്സ് ആണെങ്കിലും അവരുടെ വീട്ടിലെ ഉപകരണം കൊണ്ടുണ്ടാകുന്ന ഹാർമോണിക്സിനെ കംപ്ലീറ്റ് ടോളറേറ്റ് ചെയ്യാൻ അവരുടെ വീട്ടിലെ എക്യുപ്മെൻറ്റ്സിന് പറ്റണം. അപ്പോൾ ആ എക്യുപ്മെൻറ്റ്സിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഡീറെഗുലേഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ്സിൻ്റെ നീഡ് ഇൻക്രീസ് ചെയ്യുക, സോ ദാറ്റ് ദ ഒഫൻഡിങ് ഓർഗനൈസേഷൻ കോസസ് പുവർ ക്വാളിറ്റി പ്രോബ്ലംസ് ഈസ് ഹെൽഡ് അക്കൗണ്ടബിൾ ഫോർ ഫിക്സിങ് ദ പ്രോബ്ലം. അപ്പം ഡീറെഗുലേഷൻ കൊണ്ടുവരിക എന്ന് വെച്ചാൽ എന്താണ്, ഈ പവർ ക്വാളിറ്റി പ്രോബ്ലം വഴി ഉണ്ടാവുന്ന ഇപ്പോൾ പവർ ക്വാളിറ്റി വഴി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രോബ്ലത്തിനെ ഫിക്സ് ചെയ്യാനും നമുക്ക് പറ്റണം. ഓക്കെ, ഇനി ഈ പവർ ക്വാളിറ്റി, ഇപ്പം നമ്മൾ പറഞ്ഞു കുറേ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ടെന്ന്, ഇതെല്ലാം എന്ത് ചെയ്യും, ഈ യൂട്ടിലിറ്റീസിനെ എന്തിനു സഹായിക്കും, പവർ ക്വാളിറ്റി സർവീസസിന് സഹായിക്കും. പവർ ക്വാളിറ്റി ഇഷ്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ സർവീസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ നാഷണൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട്, അതായത് പവർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന നാഷണലായിട്ടും ഇൻ്റർനാഷണൽ ലെവലിലും എന്തുണ്ട്, ഓർഗനൈസേഷൻസ് ഉണ്ട്. IEEE അതുപോലത്തെ ഉള്ള സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട്, ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇനി പവർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, യൂട്ടിലിറ്റിയും അതുപോലെ എൻഡ് യൂസർ എക്യുപ്മെൻറ്റ്സിനെയും പവർ ക്വാളിറ്റി ഇഷ്യൂസ് കാരണം ഉണ്ടാകുന്ന മിസ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫെയിലിംഗ് അതിൻ്റെയൊക്കെ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പവർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ പവർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എന്തിനാണ് ഇതെല്ലാം വോൾട്ടേജ് കറണ്ട് വാല്യൂ എല്ലാം ഒരു മെഷറബിൾ ലിമിറ്റിൽ, അതായത് നോർമൽ വാല്യൂന്ന് ഡീവിയേറ്റ് ചെയ്താലും ഒരു മെഷറബിൾ ലിമിറ്റിൽ അതിനെ ലിമിറ്റിലാക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇൻസൈഡ് യൂട്ടിലിറ്റി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കിനും ഈ PQ സ്റ്റാൻഡേർഡ്സ് എന്താണ്, കസ്റ്റമേഴ്സിനെയും അതുപോലെ തന്നെ യൂട്ടിലിറ്റിയെയും എന്താണ് അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് സർവീസ്, അതായത് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അത്രയും ഇപ്പം നമ്മളിപ്പം ഇത്രയും കറണ്ട് ബില്ലൊക്കെ കൊടുത്ത് കറണ്ട് എടുത്ത്, അപ്പം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പറേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഈ പവർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ പവർ ക്വാളിറ്റി ഇൻഡസ്ട്രീസ്, അതായത് പവർ ക്വാളിറ്റി മെഷർമെൻറ്റ്സ്, ഇൻസ്ട്രുമെൻറ്റ്സ്, അതിനൊക്കെ ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് ഇതൊക്കെ അളക്കാനുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മളിനി അങ്ങോട്ട് വരുന്ന മൊഡ്യൂൾസിൽ പഠിക്കും. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, വായിച്ചാൽ തന്നെ മനസ്സിലാവും. സോഴ്സസ് ആണ്, പിന്നെ പവർ ക്വാളിറ്റി ഇഷ്യൂസ്, അത്രേ ഉള്ളൂ ഫസ്റ്റ് മൊഡ്യൂളിൽ. അപ്പം ഫസ്റ്റ് മൊഡ്യൂൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ജസ്റ്റ് ഇൻട്രൊഡക്ഷനാണ്, വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.